നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഫെഡറൽ സംവിധാനം തകർത്ത് കേരളത്തിലെ സർവകലാശാലകൾ ദുർബലമാക്കാനുള്ള യൂണിയൻ സർക്കാർ നീക്കത്തിനെതിരെ പ്രതിരോധം ആവശ്യമെന്ന് CPM സംസ്ഥാന കമ്മിറ്റി അംഗം NN കൃഷ്ണദാസ്. UGCയെ കരുവാക്കി സംസ്ഥാനത്തെ സർവകലാശാലകളെ കൈപ്പിടിയിലൊതുക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുകയാണെന്നും ആരോപണം. കേന്ദ്ര വിദ്യാഭ്യാസ നയം പോലും മികവിന്റെ സർവകലാശാലകളെ തകർക്കാൻ. ഒരാഴ്ച പിന്നിട്ട് കലാമണ്ഡലം സർവകലാശാല റിട്ടയേർഡ് അധ്യാപകരുടെ അനിശ്ചിതകാല സമരം പെൻഷൻ ആനുകൂല്യങ്ങളും ശമ്പള കുടിശ്ശികയും ആവശ്യപ്പെട്ട്. സമരത്തിന് പിന്തുണയുമായി മറ്റ് റിട്ടയേർഡ് അധ്യാപക സംഘടനകളും. പട്ടാമ്പി കുളപ്പുള്ളി പാതയിലെ വാടാരാംകുറിശ്ശിയിൽ വ്യത്യസ്ത വാഹനാപകടങ്ങളിൽ 4 പേർക്ക് പരിക്ക്. ശ്രീനാരായണ കമ്പനിക്ക് സമീപം നിയന്ത്രണം വിട്ട സ്വകാര്യ ബസ് ടാങ്കർ ലോറിയിൽ ഇടിച്ചു. മേടുഭാഗത്ത് ടോറസ് ലോറിയിൽ സ്കൂട്ടർ ഇടിച്ച് അപകടം. തിരുവില്ലാമലയിൽ അലഞ്ഞു തിരിയുന്ന കാളയുടെ കുത്തേറ്റ് സ്ത്രീക്ക് പരിക്ക്. പാഞ്ഞാൾ കിള്ളിമംഗലത്ത് 3 ലിറ്റർ വ്യാജ ചാരായവുമായി മധ്യവയസ്കൻ എക്സൈസിന്റെ പിടിയിൽ. വടക്കഞ്ചേരി എക്സൈസ് സംഘത്തിന്റെ പിടിയിലായത് കിള്ളിമംഗലം വല്ലങ്ങിപ്പാറ മുണ്ടാരപ്പള്ളി വീട്ടിൽ മണികണ്ഠൻ. തിരുവേഗപ്പുറയിൽ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം വിൽക്കുന്നതിനിടെ മധ്യവയസ്കൻ പട്ടാമ്പി എക്സൈസിന്റെ പിടിയിൽ. കൃഷി നശിപ്പിക്കുന്ന കാട്ടുപന്നികൾക്കെതിരെ നടപടിയുമായി കുന്നംകുളം നഗരസഭ. 14 കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നു. വാർത്തകൾ വിശദമായി. ഫെഡറൽ സംവിധാനത്തിനു നേരെ കേന്ദ്ര സർക്കാർ വാളോങ്ങുകയാണെന്ന് CPM സംസ്ഥാന കമ്മിറ്റി അംഗം NN കൃഷ്ണദാസ്. കേരളത്തിന്റെ വിദ്യാഭ്യാസ പുരോഗതിയെ തകർക്കാനുള്ള യൂണിയൻ സർക്കാരിന്റെ നീക്കത്തിനെതിരെ പ്രതിരോധം ആവശ്യമാണെന്നും AKPCTA 67ാം സംസ്ഥാന സമ്മേളനത്തെക്കുറിച്ച് വിശദീകരിക്കാൻ പാലക്കാട്ട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ NN കൃഷ്ണദാസ് അഭിപ്രായപ്പെട്ടു. കേരളത്തിന്റെ നിയമപരിധിക്കകത്തു നിന്നാണ് സർവകലാശാലകൾ നിർമ്മിച്ചത്. നിയമപരിധിയിൽ നിന്ന് കേരളത്തിന്റെ സമ്പത്ത് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന സർവകലാശാലകളെ കൈപ്പിടിയിലൊതുക്കാനാണ് യൂണിയൻ സർക്കാർ ശ്രമിക്കുന്നതെന്ന് AKPCTA സംസ്ഥാന സമ്മേളനത്തിന്റെ സ്വാഗത സംഘം ചെയർമാൻ കൂടിയായ NN കൃഷ്ണദാസ് ആരോപിച്ചു. രാജ്യത്തെ ഗുണനിലവാരമുള്ള 10 സർവകലാശാലകളിൽ 4 കേരളത്തിലാണ്. ഉന്നത നിലവാരം പുലർത്തുന്ന കേരളത്തിലെ സർവകലാശാലകളെ തകർക്കാനുള്ള നീക്കത്തിനെതിരെ വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും വിദ്യാഭ്യാസ പ്രവർത്തകരും ഒറ്റക്കെട്ടായി അണിനിരക്കണമെന്ന് കൃഷ്ണദാസ് പറഞ്ഞു. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വിശേഷമായി ഇന്ന് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം നമ്മുടെ രാജ്യത്തെ ഭരണഘടനയുടെ അന്തസത്തയായ ഫെഡറൽ തത്വങ്ങൾക്ക് വിരുദ്ധമായി ഒരു സംസ്ഥാനത്തിൻ്റെ അവകാശങ്ങളിലേക്ക് UGCയുടെ രൂപത്തിൽ യൂണിയൻ ഗവൺമെന്റ് അവരുടെ പ്രതിലോമ രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടി നുഴഞ്ഞു കയറുന്നു എന്നുള്ളതാണ്. യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ മുഖേന സംസ്ഥാനത്തിന്റെ അധികാരത്തിലേക്ക് അവകാശങ്ങളിലേക്കും നുഴഞ്ഞു കയറാൻ ശ്രമിക്കുകയാണ് യൂണിയൻ ഗവൺമെന്റ്. സത്യത്തിൽ കേരളത്തിൽ നിലവിലുള്ള സർവകലാശാലകൾ യൂണിയൻ ഗവൺമെന്റ് രൂപീകരിച്ച സർവകലാശാലയെ പറ്റി അത് വേറെയാണ് നിയമം. കേരളത്തിലുള്ള ആദ്യത്തെ സർവകലാശാല കേരള സർവകലാശാല, പിന്നീട് വന്ന കോഴിക്കോട് സർവകലാശാല, അതിനുശേഷം വന്നിട്ടുള്ള മഹാത്മാഗാന്ധി സർവകലാശാല, പിന്നീട് വന്ന കണ്ണൂർ സർവകലാശാല, ഇടക്കാലത്ത് പ്രത്യേകമായിട്ട് വന്നിട്ടുള്ള സാങ്കേതിക സർവകലാശാല, മെഡിക്കൽ സർവകലാശാല, കാർഷിക സർവകലാശാല, ഇതൊക്കെ രൂപീകരിക്കപ്പെട്ടത് കേരള നിയമസഭ ഉണ്ടാക്കിയ നിയമങ്ങളിലൂടെയാണ്. ഈ സർവകലാശാലകൾ ഉണ്ടാക്കിയത് മുഴുവൻ കേരള നിയമസഭയാണ്. അതിന്റെ പരമാധികാരം കേരള നിയമസഭയ്ക്കാണ്. സർവകലാശാല പ്രവർത്തിക്കുന്നതിന് വേണ്ടതായ സാമ്പത്തികമായ സഹായം ചെയ്യുന്നതും കേരള ഗവൺമെന്റിന്റെ ബഡ്ജറ്റിലൂടെയാണ്. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ നിലവാര മികവിനായി 6000 കോടി രൂപയാണ് ഇടതു സർക്കാർ ചെലവഴിച്ചത്. മികവിന്റെ കേന്ദ്രങ്ങളായ സർവകലാശാലകളെ തകർക്കുന്നതാണ് കേന്ദ്ര വിദ്യാഭ്യാസ നയം. 14, 15, 16 തീയതികളിൽ നടക്കുന്ന AKPCTA 67ാം സംസ്ഥാന സമ്മേളനം സ്വാശ്രയ വിദ്യാഭ്യാസ നയം, ദേശീയ വിദ്യാഭ്യാസ നയം, വിദേശ സർവകലാശാലകൾ തുടങ്ങിയ വിഷയങ്ങൾ ചർച്ച ചെയ്യും. സമ്മേളനത്തോടനുബന്ധിച്ച് സെമിനാറും സംഘടിപ്പിക്കും. സംസ്ഥാനത്ത് മികച്ച കോളേജ് യൂണിയൻ പ്രവർത്തനത്തിന് AKPCTA ഏർപ്പെടുത്തിയ അഭിമന്യു അവാർഡ് കോഴഞ്ചേരി സെന്റ് തോമസ് കോളേജിന് നൽകുമെന്നും സംഘാടകർ പറഞ്ഞു.
AKPCTA സംസ്ഥാന പ്രസിഡന്റ് A. നിശാന്ത്, ജനറൽ സെക്രട്ടറി ഡോക്ടർ K. ബിജുകുമാർ, ഡോക്ടർ MB ഗോപാലകൃഷ്ണൻ, R. രാജേഷ്, G. സഞ്ജീവ് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. UGC 6-7 ശമ്പള പരിഷ്കരണത്തിലെ അപാകതകൾ പരിഹരിച്ച് പെൻഷൻ ആനുകൂല്യങ്ങളും ശമ്പള കുടിശ്ശികയും നൽകണമെന്ന് ആവശ്യപ്പെട്ട് കലാമണ്ഡലം റിട്ടയേർഡ് അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള അനിശ്ചിതകാല സമരം 7ാം ദിവസം പിന്നിട്ടു. സമരത്തിന് പിന്തുണയുമായി വിവിധ കോളേജുകളിലെ റിട്ടയേർഡ് അധ്യാപകരുടെ സംഘടനകൾ സമരപന്തലിൽ എത്തുന്നുണ്ട്. 7ാം ദിവസത്തെ സമരപരിപാടികൾ കാലിക്കറ്റ് ടീച്ചേഴ്സ് ഫോറം വൈസ് പ്രസിഡന്റ് പ്രൊഫസർ M. മനോഹരൻ ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ പ്രസിഡന്റ് M. ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ട്രഷറർ പ്രൊഫസർ മോഹനൻ, കലാമണ്ഡലം S. ഗോപകുമാർ, കലാമണ്ഡലം ശിവരാമൻ എന്നിവർ സംസാരിച്ചു. മാസങ്ങളിലായി, പല കൊല്ലങ്ങളിലായി 9 പേർ ഞങ്ങളെ വിട്ടുപിരിഞ്ഞു. ഞങ്ങൾ ആദ്യത്തെ ആഘാതത്തിൽ, വേർപിരിയലിന്റെ ആഘാതത്തിൽ ഞങ്ങൾ പറഞ്ഞു, ഞങ്ങളിൽ ഒരാൾ വിട്ടുപോയി, ഇനി രണ്ടാമതൊരാൾ വിട്ടുപിരിയുന്നതിന് മുമ്പ് ഞങ്ങളുടെ ആനുകൂല്യങ്ങൾ ദയവ് ചെയ്തു തരണം. 1ഉം 2ഉമല്ല, 3ഉം 4ഉമല്ല, 9 പേരാണ് അടുത്ത കാലത്തായി ഞങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്നവർ വിട്ടുപിരിഞ്ഞത്. തിരുവില്ലാമലയിൽ അലഞ്ഞു തിരിയുന്ന കാളയുടെ കുത്തേറ്റ് സ്ത്രീക്ക് പരിക്ക്. തിരുവില്ലാമല ആനപ്പാറ സ്വദേശിയായ 43 വയസ്സുള്ള മൂച്ചിക്കൽ വീട്ടിൽ പ്രസന്നകുമാരിക്കാണ് പരിക്കേറ്റത്. ഓട്ടോറിക്ഷയിൽ വന്നിറങ്ങിയ പ്രസന്നകുമാരിയെ പിറകിൽ നിന്ന് കാള ആക്രമിക്കുകയായിരുന്നു. കാളയുടെ കുത്തേറ്റ് ബോധക്ഷയം സംഭവിച്ച നിലത്തു വീണ പ്രസന്നകുമാരിയെ സമീപത്തെ ഓട്ടോറിക്ഷ ഡ്രൈവർമാർ ചേർന്ന് ആംബുലൻസിൽ ഒറ്റപ്പാലത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു. പരിക്കേറ്റ തിരുവില്ലാമല ആനപ്പാറ സ്വദേശിയായ മൂച്ചിക്കൽ പ്രസന്നകുമാരിക്ക് 43 വയസ്സുണ്ട്. തിരുവില്ലാമല ഭാഗത്ത് അലഞ്ഞുതിരിയുന്ന കാളക്കൂറ്റന്മാർ ഇതിനു മുമ്പും നിരവധി പേരെ ആക്രമിച്ചിട്ടുണ്ട്. അലഞ്ഞുതിരിയുന്ന കാളകളുടെ ഭീഷണി തടയാൻ നടപടി വേണമെന്ന ആവശ്യം കാലങ്ങളായി ഈ മേഖലയിൽ ശക്തമാണ്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പാഞ്ഞാൾ കിള്ളിമംഗലത്ത് 3 ലിറ്റർ വ്യാജചാരായം കൈവശം വെച്ചതിന് മധ്യവയസ്കനെ വടക്കാഞ്ചേരി എക്സൈസ് സംഘം പിടികൂടി. കിള്ളിമംഗലം വല്ലങ്ങിപ്പാറ കോളനി ദേശത്ത് മുണ്ടാരപ്പിള്ളി വീട്ടിൽ 54 വയസ്സുള്ള മണികണ്ഠനെയാണ് എക്സൈസ് സംഘം പിടികൂടിയത്. വടക്കാഞ്ചേരി എക്സൈസ് റേഞ്ച് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ K. സുരേഷ് ബാബുവും സംഘവുമാണ് പ്രതിയെ പിടികൂടിയത്. രഹസ്യവിവരത്തെ തുടർന്ന് ചൊവ്വാഴ്ച വൈകിട്ട് 5 മണിക്ക് കിള്ളിമംഗലം വല്ലങ്ങിപ്പാറ കുടിവെള്ള പദ്ധതിയുടെ വാട്ടർ ടാങ്കിന് വടക്കുവശം റോഡിൽ വെച്ച് 3 ലിറ്റർ വ്യാജചാരായം കൈവശം വെച്ചതിനാണ് പ്രതിയെ പിടികൂടിയത്. വടക്കാഞ്ചേരി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ രാമകൃഷ്ണൻ, പ്രശാന്ത്, സിവിൽ എക്സൈസ് ഓഫീസർമാരായ അജീഷ്, ജയേഷ് എന്നിവർ റെയ്ഡിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. തിരുവേഗപ്പുറയിൽ 1.25 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവുമായി മധ്യവയസ്കൻ എക്സൈസിന്റെ പിടിയിൽ. മദ്യം കൈവശം വെച്ച് വിൽപ്പന നടത്തിയ കുറ്റത്തിനാണ് തിരുവേഗപ്പുറ ചാത്തമ്പുള്ളി വീട്ടിൽ 51 വയസ്സുള്ള ബൈജുവിനെ പട്ടാമ്പി എക്സൈസ് അറസ്റ്റ് ചെയ്തത്. പട്ടാമ്പി എക്സൈസ് റേഞ്ച് പ്രിവന്റീവ് ഓഫീസർ AR രാജേന്ദ്രനും സംഘവും ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. തിരുവേഗപ്പുറ നെരുമ്പുർമൽ ഉന്നതിയിലേക്ക് പോകുന്ന റോഡിലാണ് പ്രതി അനധികൃതമായി ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവിൽപ്പന നടത്തിയിരുന്നത്. സ്വന്തം വീടിന് മുന്നിൽ വെച്ചായിരുന്നു മദ്യവിൽപ്പന. 1.25 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യമാണ് പ്രതിയിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുള്ളത്. പിടിയിലായ തിരുവേഗപ്പുറ ചാത്തമ്പള്ളി വീട്ടിൽ ശങ്കരന്റെ മകൻ 51 വയസ്സുള്ള ബൈജുവിനെ പട്ടാമ്പി കോടതിയിൽ ഹാജരാക്കി. പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു. എക്സൈസ് സംഘത്തിൽ സിവിൽ എക്സൈസ് ഓഫീസർമാരായ നന്ദു, അനൂപ് രാജ്, സാം ജോസ്, S. ഉണ്ണി, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ MM സ്മിത എന്നിവരുമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. വാടാനകുറിശി ശ്രീനാരായണ കമ്പനിക്ക് സമീപം നിയന്ത്രണം വിട്ട സ്വകാര്യ ബസ് ടാങ്കർ ലോറിയിൽ ഇടിച്ചു. അപകടത്തിൽ ബസ് യാത്രികരായ 3 പേർക്ക് പരിക്കേറ്റു. പാലക്കാട് നിന്ന് ഗുരുവായൂരിലേക്ക് പോവുകയായിരുന്ന സ്വകാര്യ ബസ് നിയന്ത്രണം വിട്ട് റോഡരികിൽ നിർത്തിയിട്ടിരുന്ന ടാങ്കർ ലോറിയിൽ ഇടിക്കുകയായിരുന്നു. ശ്രീനാരായണ കമ്പനിക്ക് സമീപം ബുധനാഴ്ച വൈകിട്ടായിരുന്നു അപകടം. റോഡ് നിർമ്മാണ ചുമതലയുള്ള ജാസ്മിൻ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ടാങ്കർ ലോറിയുടെ മുൻവശത്താണ് ഇറക്കത്തിൽ നിയന്ത്രണം വിട്ടുവന്ന സ്വകാര്യ ബസ് ഇടിച്ചത്. അപകടത്തിൽ ബസ് യാത്രക്കാരായ 3 പേർക്ക് പരിക്കേറ്റു. ഇടിയുടെ ആഘാതത്തിൽ ലോറിയുടെയും ബസിന്റെയും മുൻഭാഗം തകർന്നിട്ടുണ്ട്. ബസ് അമിത വേഗതയിലായിരുന്നെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. മഴ ചാറിയിരുന്നതിനാൽ ബ്രേക്ക് ചെയ്യാൻ കഴിയാതിരുന്നതാകാം അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ന്യൂസ് ബ്യൂറോ,
പട്ടാമ്പി. വാടനംകുറിശി മേടിന് സമീപം വാഹനാപകടത്തിൽ സ്കൂട്ടർ യാത്രികന് പരിക്ക്. ടോറസ് ലോറിയിൽ സ്കൂട്ടർ ഇടിച്ചായിരുന്നു അപകടം. വ്യാഴാഴ്ച രാവിലെ 6:30 മണിയോടുകൂടിയായിരുന്നു അപകടം. സ്കൂട്ടർ യാത്രികനെ പരിക്കുകളോടെ പട്ടാമ്പിയിലെ സേവന ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പട്ടാമ്പി ഭാഗത്തു നിന്ന് കുളപ്പുള്ളി ഭാഗത്തേക്ക് പോവുകയായിരുന്ന ടോറസ് ലോറിയും കുളപ്പുള്ളി ഭാഗത്തു നിന്ന് പട്ടാമ്പി ഭാഗത്തേക്ക് പോവുകയായിരുന്ന സ്കൂട്ടറുമാണ് അപകടത്തിൽപ്പെട്ടത്. സ്കൂട്ടറിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്ന നിലയിലാണ്. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്തിന്റെ 2025-26 വർഷത്തെ ബജറ്റ് അവതരണം നടന്നു. 20,10,220 രൂപയുടെ മിച്ച ബജറ്റാണ് അടുത്ത സാമ്പത്തിക വർഷത്തേക്ക് തയ്യാറാക്കിയിട്ടുള്ളത്. ഗ്രാമപഞ്ചായത്തിലെ നിലവിലുള്ള ഭരണസമിതി ചുമതലയേറ്റ ശേഷമുള്ള 5ാമത്തെ ബജറ്റാണിത്. ബാലസൗഹൃദം, ശുചിത്വം, ഉൽപ്പാദന മേഖല, ഭവന നിർമ്മാണ മേഖല, കുടിവെള്ളം, കൃഷി എന്നീ മേഖലകൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് സർക്കാരിന്റെ 4 മിഷനുകളായ ആർദ്രം, ലൈഫ്, പൊതുവിദ്യാഭ്യാസ സംരക്ഷണം, ഹരിത കേരളം എന്നിവയുടെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന രീതിയിലാണ് ഓരോ മേഖലകൾക്കും തുക വകയിരുത്തിയിട്ടുള്ളത്. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി കൃഷ്ണൻകുട്ടി അവതരിപ്പിച്ച ബജറ്റിൽ ബാലസൗഹൃദത്തിനായി അംഗൻവാടികൾ, പോഷകാഹാര വിതരണം എന്നിവയ്ക്കായി 50 ലക്ഷം രൂപയാണ് നീക്കിയിരിപ്പ്. ശുചിത്വം, മാലിന്യ സംസ്കരണം എന്നിവയ്ക്കായി 93 ലക്ഷവും, പാർപ്പിട മേഖലയ്ക്കായി 2 കോടി രൂപയും, കുടിവെള്ളം 90 ലക്ഷം രൂപ, കാർഷിക മേഖലയ്ക്കായി 70,10,000 രൂപ എന്നിവയും ബജറ്റിൽ അനുവദിച്ചു. ആകെ വരവ് പ്രതീക്ഷിക്കുന്നത് 31,48,91,100 രൂപയാണ്. 2024-25 വർഷത്തെ പ്രതീക്ഷിത നീക്കിയിരിപ്പ് 20,10,11,220 രൂപയുടെ മിച്ച ബജറ്റാണ് അടുത്ത സാമ്പത്തിക വർഷത്തേക്ക് തയ്യാറാക്കിയിട്ടുള്ളത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി തങ്കമ്മ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എ കെ ഉണ്ണികൃഷ്ണൻ, വികസനകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ നിർമ്മല രവികുമാർ, സെക്രട്ടറി ഷരീഫ്, അസിസ്റ്റന്റ് സെക്രട്ടറി ഖാലിദ്, അക്കൗണ്ടന്റ് ബിജു മോൾ, മെമ്പർമാരായ സതീശൻ, ശ്രീജ, കെ വി പ്രകാശൻ, സന്ദീപ്, കൊനാത്ത്, അശ്വതി, സജു, ഉഷ, രാധാകൃഷ്ണൻ, ലതാ ഭാസ്കരൻ, രാജശ്രീ, രാമദാസ് കാറാത്ത് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. കുന്നംകുളത്ത് കൃഷിക്ക് നാശം വരുത്തിയ 14 കാട്ടുപന്നികളെ വെടിവെച്ച് കൊന്നു. കർഷകരുടെ പരാതിയെ തുടർന്ന് കുന്നംകുളം നഗരസഭയുടെ നേതൃത്വത്തിലാണ് നടപടി. ഷൂട്ടിംഗിൽ പ്രത്യേക പരിശീലനം നേടിയ സംഗീതിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നത്. ഇന്നലെ രാത്രിയോടെയാണ് പന്നികളെ പിടികൂടാൻ ആരംഭിച്ചത്. കാണിയാമ്പൽ, നെഹ്റു നഗർ, ആർത്താറ്റ്, ചീരംകുളം എന്നിവിടങ്ങളിൽ നടത്തിയ തെരച്ചിലിലാണ് 14 കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നത്. മേഖലയിൽ കാട്ടുപന്നി ശല്യം രൂക്ഷമായതിനെ തുടർന്ന് നിരവധി തവണ കർഷകർ കുന്നംകുളം നഗരസഭയിൽ പരാതി നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നഗരസഭയുടെ ഭാഗത്തുനിന്ന് നടപടിയുണ്ടായത്. കൗൺസിലർമാരായ ലബീബ് ഹസൻ, സുനിൽകുമാർ, ഷബീർ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ പ്രവീൺ എന്നിവരുടെ നേതൃത്വത്തിലാണ് കാട്ടുപന്നികളെ പിടികൂടിയത്. വെടിവെച്ചുകൊന്ന കാട്ടുപന്നികളെ ശാസ്ത്രീയമായി സംസ്കരിക്കുമെന്ന് കുന്നംകുളം നഗരസഭ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ചിനക്കത്തൂരിന് ഇനി അടുത്ത പൂരത്തിനായുള്ള കാത്തിരിപ്പ്. കാത്തിരുന്ന പൂരം ആവേശാരവങ്ങൾ സമ്മാനിച്ച് വിട പറയുമ്പോൾ 7 ദേശങ്ങളിൽ ഇനി അടുത്ത മഹാപൂരത്തിനുള്ള ഒരുക്കങ്ങൾ ആരംഭിക്കുകയാണ്. വ്യാഴാഴ്ച രാവിലെ 100 കണക്കിന് ഭക്തരാണ് ഭഗവതിയെ വണങ്ങാൻ ക്ഷേത്രത്തിലെത്തിയത്. ഇന്നലെ ഉച്ചയ്ക്ക് ആരംഭിച്ച പൂരാഘോഷ പരിപാടികളുടെ ആവർത്തനത്തോടെയാണ് കാഴ്ചകൾക്ക് തിരശ്ശീല വീണത്. ഷൊർണൂരിൽ പൊന്നുള്ളി ശങ്കരനാരായണൻ നായർ അനുസ്മരണ ദിനം ആചരിച്ചു. CPIM ഒറ്റപ്പാലം ഏരിയ സെക്രട്ടറി S കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. ഷൊർണൂരിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ കെട്ടിപ്പടുക്കുന്നതിൽ മുൻനിരയിൽ നിന്ന് പ്രവർത്തിച്ച വ്യക്തിയായിരുന്നു ശങ്കരനാരായണൻ നായർ. അവകാശ സംരക്ഷണത്തിനായി റെയിൽവേ തൊഴിലാളികളെ സംഘടിപ്പിച്ചതിന്റെ പേരിൽ 1948 റെയിൽവേ സുരക്ഷാ സേനയിൽ നിന്ന് അദ്ദേഹം പുറത്താക്കപ്പെട്ടു. പിന്നീട് സാധാരണ ജനങ്ങൾക്കിടയിലായിരുന്നു പ്രവർത്തനം. അനുസ്മരണ യോഗം CPM ഒറ്റപ്പാലം ഏരിയ സെക്രട്ടറി S കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ പാർട്ടിയുടെ ഉണ്ടായ പ്രദേശത്തെ നേതാവ് മാത്രമല്ല, പൊതുവിൽ ഷൊർണൂരിലെ പാർട്ടിയുടെ നേതാവായി പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ്. ഇന്ന് നമ്മുടെ പാർട്ടി പ്രവർത്തനം നടത്തുന്നത് പോലെ വളരെ സുഖകരമായ രീതിയിലുള്ള ഒരു സംഘടനാ പ്രവർത്തന സ്വാതന്ത്ര്യമുള്ള ഒരു കാലഘട്ടത്തിലല്ല കുഞ്ചു നായർ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിരുന്നു. അങ്ങനെ നടത്തിയ ഒരു സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഉള്ള ജോലി പോലും നഷ്ടപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായത്. നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ്, വൈസ് ചെയർപേഴ്സൺ P സിന്ധു, CPM ഷൊർണൂർ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ K ഉണ്ണിനന്ദൻ, M നാരായണൻ, T മുരളീധരൻ, MK രാമചന്ദ്രൻ, S ലക്ഷ്മണൻ എന്നിവർ സംസാരിച്ചു. CK കണ്ണൻ നന്ദി പറഞ്ഞു. പൊന്നുള്ളി ശങ്കരനാരായണൻ നായരുടെ മകൾ
സരോജിനിയമ്മ അനുസ്മരണ യോഗത്തിൽ സന്നിഹിതയായിരുന്നു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പ്രധാന വാർത്തകൾ വീണ്ടും. ഫെഡറൽ സംവിധാനം തകർത്ത് കേരളത്തിലെ സർവകലാശാലകൾ ദുർബലമാക്കാനുള്ള യൂണിയൻ സർക്കാർ നീക്കത്തിനെതിരെ പ്രതിരോധം ആവശ്യമെന്ന് CPM സംസ്ഥാന കമ്മിറ്റി അംഗം NN കൃഷ്ണദാസ്. UGCയെ കരുവാക്കി സംസ്ഥാനത്തെ സർവകലാശാലകളെ കൈപ്പിടിയിലൊതുക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുകയാണെന്നും ആരോപണം. കേന്ദ്ര വിദ്യാഭ്യാസ നയം പോലും മികവിന്റെ സർവകലാശാലകളെ തകർക്കാൻ. ഒരാഴ്ച പിന്നിട്ട് കലാമണ്ഡലം സർവകലാശാല റിട്ടയേർഡ് അധ്യാപകരുടെ അനിശ്ചിതകാല സമരം പെൻഷൻ ആനുകൂല്യങ്ങളും ശമ്പള കുടിശ്ശികയും ആവശ്യപ്പെട്ട്. സമരത്തിന് പിന്തുണയുമായി മറ്റ് റിട്ടയേർഡ് അധ്യാപക സംഘടനകളും. പട്ടാമ്പി കുളപ്പുള്ളി പാതയിലെ വാടാരാംകുറിശ്ശിയിൽ വ്യത്യസ്ത വാഹനാപകടങ്ങളിൽ 4 പേർക്ക് പരിക്ക്. ശ്രീനാരായണ കമ്പനിക്ക് സമീപം നിയന്ത്രണം വിട്ട സ്വകാര്യ ബസ് ടാങ്കർ ലോറിയിൽ ഇടിച്ചു. മേടുഭാഗത്ത് ടോറസ് ലോറിയിൽ സ്കൂട്ടർ ഇടിച്ച് അപകടം. തിരുവില്ലാമലയിൽ അലഞ്ഞു തിരിയുന്ന കാളയുടെ കുത്തേറ്റ് സ്ത്രീക്ക് പരിക്ക്. പാഞ്ഞാൾ കിള്ളിമംഗലത്ത് 3 ലിറ്റർ വ്യാജ ചാരായവുമായി മധ്യവയസ്കൻ എക്സൈസിന്റെ പിടിയിൽ. വടക്കഞ്ചേരി എക്സൈസ് സംഘത്തിന്റെ പിടിയിലായത് കിള്ളിമംഗലം വല്ലങ്ങിപ്പാറ മുണ്ടാരപ്പള്ളി വീട്ടിൽ മണികണ്ഠൻ. തിരുവേഗപ്പുറയിൽ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം വിൽക്കുന്നതിനിടെ മധ്യവയസ്കൻ പട്ടാമ്പി എക്സൈസിന്റെ പിടിയിൽ. കൃഷി നശിപ്പിക്കുന്ന കാട്ടുപന്നികൾക്കെതിരെ നടപടിയുമായി കുന്നംകുളം നഗരസഭ. 14 കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നു. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.